ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 2 തിമോത്തിയോസ് 1-14 വാക്യം. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഇതിൻ്റെ സാരാംശം അവൻ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട് എന്നാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കേണ്ട ആവശ്യകത എന്താണ്? വിശ്വാസികളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന സത്യം പുതിയ നിയമത്തിലുടനീളം രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ. രക്ഷിക്കപ്പെട്ട ഓരോരുത്തരിലും പരിശുദ്ധാത്മാവും ക്രിസ്തുവും സ്ഥിരമായി വസിക്കുന്നു എന്ന തിരുവചനം അത്ഭുതകരമാവിധം ആവർത്തിക്കുന്നുണ്ട്. വിശ്വാസികൾ എന്ന നിലയിൽ ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിലും വ്യക്തമായി ഇത് നമ്മെ അറിയിക്കുവാൻ സാധ്യമല്ല. ചിലർ പറയുന്നുണ്ട് എല്ലാം ദൈവത്തിനറിയാം. ചിലർ പറയുന്നുണ്ട് നാം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ദൈവത്തിങ്കിലേക്ക് ചെല്ലണം. ഒരിക്കൽ ഒരു സഭയിൽ ഒരു ഞായറാഴ്ച മുഴുവൻ ദൈവം നമ്മോടുകൂടെ ഇരിക്കണം എന്ന് നാം പ്രാർത്ഥിക്കണമോ വേണ്ടയോ എന്ന് തർക്കിച്ച് സമയം കളഞ്ഞു. അപ്പം നമ്മിൽ പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുന്ന ഒരു സ്വഭാവവും വർദ്ധിച്ചു വരേണ്ടതും ആവശ്യമാണ്. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണം. അവൻ നമ്മുടെ ഗുരുവാണല്ലോ, വഴികാട്ടിയാണ്, ആശ്വാസപ്രദനാണ്, സഹായിയാണ്, ഉദ്ദേശകനാണ്, ഓർമ്മപ്പെടുത്തുന്നവനാണ്, നായകനാണ്, മധ്യസ്ഥനാണ്, വക്കീലാണ്. നമ്മുടെ ജീവിതത്തിൽ തിരുവചനം പ്രയോഗിക്കുന്നവനാണ്. അപ്പം നമുക്ക് അവനുമായി ശരിയായ വിധത്തിൽ സമ്പർക്കം ഇല്ലാത്തതുകൊണ്ട് നാം അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും നമ്മിലെ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ബോധവാന്മാരല്ലേ? അതെ. ഒരുപക്ഷെ നാം ആഴ്ചകളോളം, മാസങ്ങളോളം പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാതെ, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാതെ, അനുസരിക്കാതെ, പരിശുദ്ധാത്മാവിനായി വാഞ്ചിക്കാതെ, പരിശുദ്ധാത്മാവിൽ നിന്നും പഠിക്കാതെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ മറന്ന് നാം നമ്മുടെ വഴിക്ക് പോകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്തുണ്ടെന്ന് നാം മറന്നുപോയോ? ഒരുപക്ഷെ ഇന്ന് അനേകരും അങ്ങനെ മറന്നുപോയൊരനുഭവം അല്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വചനം 1-17 ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളുണ്ടല്ലോ. അതേ സഭ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. അവിടുത്തെ തിരുവചനം എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുമ്പോൾ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ആദ്യ സ്നേഹത്തിൽ നിന്ന് നീ അകന്നു പോയിരിക്കുന്നു. അപ്പോൾ സ്നേഹം, യേശുക്രിസ്തു സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുകയും യേശുക്രിസ്തു സഭയിൽ അല്ലെങ്കിൽ വ്യക്തിയിൽ, ഭവനത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ദൈവസ്നേഹം മാറിപ്പോയി. ആ കുറ്റമുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? അതെ, ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തിലും ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് അനുഗ്രഹങ്ങളെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറക്കുന്ന അനുഭവങ്ങൾ, സ്നേഹം ഇല്ലാതാവുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കുറവുകളെ ഏറ്റുപറഞ്ഞ് കൃപകളെ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുതന്നെയാണല്ലോ ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 49 വായിക്കുന്നത്. യഹൂദയെക്കുറിച്ച് യഹൂദ ബാലസിംഹമാകും. പക്ഷേ ബാലസിംഹം അധികാരത്തെയും അതിൻ്റെ ദൈവകൃപയുടെ മഹത്വത്തെയും കാണിക്കുന്നു എങ്കിൽ പിന്നീടത്തേതിൽ പറയുന്നു, ശത്രുവിൻ്റെ കഴുത്തിൽ നിൻ്റെ കൈ വെക്കണം.
അങ്ങനെ വെച്ച ശേഷം ദൈവാത്മാവ് വീണ്ടും പറയുന്നു, ആ സിംഹം ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വഴിയിൽ പതുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു കിടപ്പ് കാണുന്നു. എന്താ കിടപ്പ്? അതേ, വഴിയിൽ കിടക്കുന്ന പോലെ ദൈവത്തിൻ്റെ ജനം ഇന്ന് കിടക്കുന്നതാണ്, ഉറങ്ങുന്ന അനുഭവങ്ങൾ. അതാണ് ദൂത് അതിനകത്തിൽ. അപ്പോൾ ഉറക്കമാണ്. വലിയ കാറ്, വലിയ വീട്, വലിയ സമ്പത്ത്, ഏതെല്ലാം തരത്തിലെ വസ്ത്രങ്ങൾ, ഇതെല്ലാം ലഭിച്ചു ഒരു കാലത്ത്. അത് ഓലമേഞ്ഞ പുരയിൽ കിടന്നവരാണ്. അത് ഈർക്കിൽ മാത്രമായി ഓല പോയി. കാക്ക എന്തെങ്കിലും കൊണ്ടുപോയി അകത്ത് വീഴും. മഴ പെയ്താൽ പടുതയും ചാക്കുമൊക്കെ വെച്ച് പാള വെച്ചൊക്കെ മറച്ചതാണ്. പക്ഷെ ദൈവം ഓർത്ത് അവർക്കിന്ന് നല്ല നിലയിലായി. നല്ല നിലയിലായപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവത്തെയും മറക്കുന്ന അനുഭവങ്ങൾ. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല എത്ര അനുഭവങ്ങൾ. അങ്ങനെ അനുഭവങ്ങളിൽ നിന്നെല്ലാം വിടുതല പ്രാപിച്ച് ദൈവസന്നിധി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധാത്മാവേ, എന്നെ എത്രത്തോളം അനുഗ്രഹിച്ച് വലിയ നിലയിലാക്കി തീർത്തുങ്ങൾ. എനിക്ക് തന്ന സമ്പത്തെല്ലാം നിൻ്റെ ദാനമാണ്, നീ തന്നതാണ്. ആകയാൽ നീ ഒഴികെ ഒരു നന്മയുമില്ല. അങ്ങാണ് എൻ്റെ എല്ലാം 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 എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിനും സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.